സോഫ്റ്റ്വെയറിൻ്റെ നാലാമത്തെ വീഡിയോ ആണ്. വെബ് ബേസ്ഡ് സോഫ്റ്റ്വെയറിൻ്റെ നാലാമത്തെ വീഡിയോ. ഒന്നാമത്തെ വീഡിയോ ടോട്ടലി നമ്മളതിനൊന്ന് പരിചയപ്പെട്ടതാണ്. രണ്ടാമത്തെ വീഡിയോയിൽ കോണ്ടാക്റ്റ് ക്രിയേഷൻ ആയിരുന്നു. മൂന്നാമത്തതിൽ നമ്മൾ ലിസ്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് പഠിച്ചു. നാലാമത്തെ വീഡിയോയിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങനെയാണ് ഒരാൾ നമുക്ക് മെസ്സേജ് അയക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് എങ്ങനെ റീപ്ലൈ സെറ്റ് ചെയ്ത് വെക്കും. ചില സമയത്ത് ചില കസ്റ്റമേഴ്സിനെ നമുക്ക് ചിലപ്പോൾ വാട്സപ്പിലുള്ള സമയത്ത് നമുക്ക് അവരെ മാനേജ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്ന ആളുകളായിരിക്കും, ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ വേൾഡ് വൈഡായിട്ട് അഡ്വർടൈസ്മെൻറ്റ് റൺ ചെയ്യുന്നുണ്ടാവും. ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ ഉറങ്ങുന്ന സമയത്തായിരിക്കും മറ്റു കൺട്രിയിലെ ആളുകൾ നമുക്ക് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ആ സമയത്ത് അതിൻ്റെ കറക്റ്റ് റെസ്പോൺസ് കൊടുക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ അങ്ങനെ 24/7 നോർമൽ വർക്ക് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറാണ് വെബ് ബേസ്ഡ് ആയിട്ടുള്ള ഈ ഒരു സോഫ്റ്റ്വെയർ. നമുക്കിതിലൊരു ഓട്ടോമാറ്റിക്കായിട്ട് അവർക്കൊരു റെസ്പോൺസ് പോകുന്ന രീതിയിൽ ഒരു മെസ്സേജ് സെറ്റ് ചെയ്യാം. വാട്സപ്പിൻ്റെ ഓപ്ഷനിൽ വരിക, ഇവിടെ നമുക്ക് ഓട്ടോ റെസ്പോണ്ടർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഓട്ടോ റെസ്പോണ്ടറിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ വാട്സപ്പിൻ്റെ നെയിമുകൾ നമുക്കവിടെ കാണാൻ പറ്റും. 10 അക്കൗണ്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 10 അക്കൗണ്ടുകളുടെ പേരുകളിവിടെ കാണാൻ പറ്റും. എല്ലാ വാട്സപ്പിനും ഒരേ റീപ്ലൈയാണ് പോകേണ്ടത് എന്നുണ്ടെങ്കിൽ അപ്ലൈ ഫോർ ആൾ അക്കൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അല്ല, ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് തന്നെ മെസ്സേജ് പോകണമെന്നുണ്ടെങ്കിൽ ആ പ്രൊഫൈൽ സെലക്ട് ചെയ്തെടുക്കുക. ഫസ്റ്റിൽ ഇവിടെ നമ്മോട് ചോദിക്കുന്നതിൻ്റെ സ്റ്റാറ്റസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിതിവിടെ എനേബിൾ ചെയ്യാം. ഇൻഡിവിജ്വലായിട്ട് ഒരാൾ മെസ്സേജ് അയക്കുന്ന സമയത്താണ് പോകേണ്ടത്. നമ്മൾ നേരത്തെ ഇവിടെ മെസ്സേജ് ലിസ്റ്റ് ചെയ്ത് വെച്ചിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് മെസ്സേജ് ലിസ്റ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ മെസ്സേജ് ആ ഒരു ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മെസ്സേജാണ് ഓട്ടോമാറ്റിക്കായിട്ടൊരു കസ്റ്റമർക്ക് പോകേണ്ടത്. ഞാനിവിടെ അതിൽ ടിക്ക് ഇട്ടു. പിന്നെ ചോദിക്കുന്നത് നമുക്ക് ഒരാൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് എല്ലാ സമയത്തും ഈ മെസ്സേജ് പോകണോ, അതിൻ്റെ ഒരു ടൈം ഡിലേ നമുക്കവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. എത്ര മിനിറ്റ് കഴിഞ്ഞിട്ടാണ് മെസ്സേജ് പോകേണ്ടത് എന്നുള്ളതൊക്കെ. ഞാനിവിടെ ജസ്റ്റ് 1 കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഒരാൾ ഹായ് അയച്ചു, അയാൾ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഹായ് അയച്ചു, ആ സമയത്തൊക്കെ ഈ മെസ്സേജ് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്കിവിടെ ടൈം ഡിലേ സെറ്റ് ചെയ്ത് കൊടുക്കാം. സെക്കൻഡുകൾ എത്രയാണോ വേണ്ടത്, മിനിറ്റുകൾ എത്രയാണോ വേണ്ടത് വെച്ച് സെലക്ട് ചെയ്യുക. ഇപ്പോൾ 7 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഹായ് അയച്ചാൽ മാത്രം ഓട്ടോമാറ്റിക്കായിട്ട് റീപ്ലൈ പോയാൽ മതി. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സമയം അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 ഇട്ടു, എന്നതിന് ശേഷം സബ്മിറ്റ് കൊടുത്തു. സക്സസ് ആയിട്ടുണ്ട്. നമ്മളത് എനേബിൾ ചെയ്തു. ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ബട്ടണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് മറ്റൊരു പ്രൊഫൈൽ ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ വേറൊരു വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഈ നമ്പറിലേക്ക് നമുക്കൊരു ഹായ് എന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് നമുക്ക് ജസ്റ്റ് കൊടുക്കാം. ഞാൻ ഹായ് കൊടുക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കവിടെ റീപ്ലൈ വന്നു. ഓക്കെ, ഇനി നമുക്കിപ്പോൾ ഇതിൽ ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓപ്ഷനുകളിൽ ഒരു കസ്റ്റമർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അവർക്കൊരു മറുപടി പോകണം. അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചാറ്റ് ബോട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ രാത്രി കിടന്നുറങ്ങുകയാണ്, ഒരാൾ വന്ന് ഹായ് എന്ന മെസ്സേജ് അയച്ചു, അയാൾക്കൊരു വെൽക്കം മെസ്സേജ് പോയി. അയാൾക്ക് അതിൽ നിന്ന് അയാൾക്ക് എന്താണോ ആവശ്യമുള്ളത് അതിൽ നിന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്തെടുക്കാം. ഓപ്ഷനിൽ വന്നപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച്, നമ്മുടെ സർവീസിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ മറ്റു ഡാറ്റകൾ എന്താണോ, ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷനാണെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ചുള്ള അവരുടെ കോഴ്സുകൾ ഇവിടെ കൊടുക്കാം. അപ്പോൾ ആ കോഴ്സ് സെലക്ട് ചെയ്യുന്നതോടുകൂടി ആ കോഴ്സിൻ്റെ ഒരു പോസ്റ്റർ, ഒരു ടെക്സ്റ്റ് മെസ്സേജ്, വോയിസ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, സിമ്പിളാണ്. അടുത്ത വീഡിയോയിൽ നമുക്കത് കാണാം.